ഇത്രയും ഫാക്ടറി ഉള്ള ഒരു സ്ഥലം ഞങ്ങളില്ല. ഫാക്ടറികൾ ഫാക്ടറികൾ എന്ന് പറഞ്ഞാല് എവിടെ നോക്കിയാൽ ഫാക്ടറികള്. റോഡ് മുഴുവൻ ട്രക്ക് മാത്രമേ ഉള്ളൂ. അത് നൈറ്റൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ കൽക്കത്ത പാസ് ചെയ്യാൻ വേണ്ടി നൈറ്റിൽ ഓടി. എന്റെ പൊന്നോ, തിരക്കെന്ന് പറഞ്ഞാൽ അത് ഫുള്ള് ട്രക്ക്, റോഡ് ഫുള്ള് ട്രക്കാണ്. ഈ ഫാക്ടറികളിൽ നിന്ന് സാധനം ലോഡ് എടുത്തോണ്ട് പോകുന്നതും പ്രൊഡക്ഷനായിട്ട് ഫാക്ടറിയിലോട്ട് ലോഡും കൊണ്ട് വരുന്നതുമായിട്ടുള്ള ട്രക്കുകൾ. ഇത് ഞാൻ പോയപ്പോ കണ്ട കാര്യമാണ്. ഫുള്ള് ഫാക്ടറികൾ. നമ്മുടെ മനസ്സിൽ ഇവന്മാരൊക്കെ എന്തിനിടെ നമ്മുടെ നാട്ടിൽ വന്ന് ജോലിക്ക് വരുന്നത്. അതുപോലെ കമ്പനികളൊക്കെ ഉണ്ടല്ലോ. കാരണം നമ്മുടെ നാട്ടിൽ അധികം കമ്പനികൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അത് ഇപ്പൊ ചെറിയ ഫാക്ടറികളൊന്നും അല്ല, ഭയങ്കര വലിയ നമ്മളിപ്പോ പോയി കണ്ടില്ലേ, അതിന്റെയൊക്കെ 2 ഇരട്ടി വലുപ്പമുള്ള ഫാക്ടറികളാണ് അവിടെ ഉള്ളത്. പോലീസൊക്കെ ഇച്ചിരി സീനാ, ശരിയാണ്. അവിടുത്തെ പ്രകൃതിയൊക്കെ എങ്ങനെയാണ്? അത് ശരി, ഇത്രയൊന്നും ഈ ഒഡീഷ ജാർഖണ്ഡിൽ അത്രയൊന്നും രസമില്ല. പക്ഷെ അത്യാവശ്യം നീറ്റായിട്ട് ഭക്ഷണം കിട്ടും. നമ്മൾ പോകുമ്പോ സാധാരണ ചോറും തൈരുമാണ് മേടിച്ചു വരുന്നത്. ഈ ബംഗാളികളെ കുറച്ച് കാണല്ലേ? അല്ല, ഇന്ത്യയിലെ വലിയ ചരിത്രമുള്ള സ്ഥലമല്ലേ ബംഗാള്. ഒത്തിരി സ്വാതന്ത്ര്യ സമര സേനാനികളും അങ്ങനെയുള്ള ഒത്തിരി മഹാന്മാരൊക്കെ അവിടെ നിന്ന് വന്നതല്ലേ. പിന്നെ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോ രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്ന് ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ അവിടെ വന്നു. സമയം 2:22 ആയപ്പോഴത്തേക്കും ഭുവനേശ്വർ സിറ്റി കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു ഹോട്ടൽ നോക്കി ലോറി ഒതുക്കി. കണ്ണും കൂട്ടി ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. കാരണം ബിരിയാണി കഴിച്ചിട്ട് എത്രയോ നാളായി. ഒഡീഷയിൽ ഇത്രയും നല്ല ബിരിയാണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല. നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുന്നത് ആദ്യം. ഫുഡ് കഴിച്ച് ഒരുപാട് റെസ്റ്റ് എടുക്കാതെ എത്രയും വേഗം തന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നല്ല ഫുഡൊക്കെ കിട്ടി തുടങ്ങിയപ്പോ വൈബായില്ലേ, ഓണായില്ലേ? കുറെ നാളായില്ലേ ബിരിയാണിയൊക്കെ ഒന്ന് കഴിച്ചിട്ട്. അത് ഒത്തിരി ടേസ്റ്റോടെ വൃത്തിയുള്ള സ്ഥലത്തൊക്കെ ബിരിയാണി കഴിച്ചാലോ. എവിടെ? ജാർഖണ്ഡിൽ ബിരിയാണി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബിരിയാണി. വളരെ വ്യത്യസ്തമായ ചിന്തയായിരുന്നു എനിക്ക് ഒഡീഷ ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളെ കുറിച്ച്. അതിൽ വേറിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒഡീഷ മാത്രമാണ്. കാരണം ഇത്രയും ഭംഗിയുള്ള, ഇത്രയും നല്ല സ്ഥലങ്ങളും ഗ്രാമങ്ങളും അതുപോലെ തന്നെ ഫുഡും എല്ലാം, അതും വളരെ വില കുറച്ച്, പൈസ കുറവാ. 270 രൂപയുടെ ചിക്കൻ ബിരിയാണിയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ 140 രൂപ കഴിച്ചത് അല്ലേ? ഏകദേശം ആ ഒരു ക്വാണ്ടിറ്റി കയറി കഴിഞ്ഞാല് 250 രൂപ മേടിക്കും. ഇപ്പൊ കഴിച്ച അത്രയും ക്വാണ്ടിറ്റി കിട്ടുന്നത്. അതെ. പിന്നെ എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത സ്ഥലം ബീഹാർ. അതെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ബീഹാർ ഇനി സത്യത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ടൊരിക്കലും അല്ലെങ്കിൽ പോവാൻ ആഗ്രഹിക്കാത്ത സ്ഥലം, ബ്ലാക്ക് ലിസ്റ്റ് ഇട്ടേക്കുന്ന സ്ഥലമാണ് ബീഹാർ. പിന്നെ കൂടുതൽ അറിയത്തില്ല കേട്ടോ, നമ്മൾ പോയ സ്ഥലത്തെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അതിന്റെ പുറത്ത് വേറെ സ്ഥലങ്ങൾ കാണും. അത് ചിലപ്പോ ട്രക്കേ വന്നോണ്ടായിരിക്കും. കാരണം നമ്മൾ പോകുന്നത്